ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലുലു പോയി സാധനം വാങ്ങിച്ചപ്പോൾ അവിടെ നിന്ന് മത്തങ്ങ ഇരിക്കണം കണ്ടിട്ട് കൊതി തോന്നിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഒരു കഷ്ണം മത്തങ്ങ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ മത്തങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മുമ്പേ ഏതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം മത്തങ്ങ മൊത്തമായിട്ട് അരിഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2-3 ചെറിയ ഉള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് എരിവിന് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, 5 എണ്ണം കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. മത്തങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ ചിരകിയത് നമുക്ക് വേറെ ഒന്നും അതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, മത്തങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട. നമുക്ക് ജസ്റ്റ് കയ്യിലുകൊണ്ട് കട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിന് മാത്രം വെന്താൽ മതി കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പുളി ഇല്ലാതെയും നമുക്ക് മത്തങ്ങ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ആ ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ പുളിയൊക്കെ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ഒരു ഇച്ചിരി പുളി പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ലപോലെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം വറ്റാനൊന്നും നോക്കി നിൽക്കണ്ട. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി തേങ്ങ നല്ലപോലെ മഷി പോലെ അരച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ് വേറെ ആയിട്ട് കിടക്കണ പോലെ തോന്നും. അതിനും ഭേദം നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മോരുകറിയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കില്ല, അതേപോലെ ഒന്ന് ചെറിയ കുഞ്ഞു ഇങ്ങനെ തുളകൾ വരില്ലേ മേളിൽ, അതായത് ഇങ്ങനെ തിള വന്ന് തുടങ്ങൂലേ, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വറവിടാനായിട്ട് സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ട് താളിച്ച് ഒഴിക്കുക കേട്ടോ. ഇതാണ് കറി. പക്ഷേ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ കറി കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് ഇത് മത്തങ്ങ വാങ്ങി ഉണ്ടാക്കി കറി വെക്കാതിരിക്കില്ല നല്ലത്. ചില വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ കറിയുടെ ഒരു ഭംഗി കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ കറി വെക്കുമ്പോൾ പുളി ചേർക്കാതെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. പുളി ഒഴിച്ചിട്ടുള്ള കറി വലിയ ടേസ്റ്റ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ.